പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിലെ ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിട്ടുള്ള യോഗ തീരുമാനത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് എന്തൊക്കെ അഭിമുഖങ്ങളാണ് നടത്താൻ പോകുന്നത്, ഏതൊക്കെ പ്രമാണ പരിശോധനകളാണ്, OMR പരീക്ഷകൾ കുറച്ച് നടത്താനായിട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ചില ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകളും അതുപോലെ തന്നെ അർഹതാ നിർണയ പരീക്ഷാ തീയതികളിലെ മാറ്റങ്ങളെയും കുറിച്ചാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു യോഗ തീരുമാനത്തിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിലവിലെ ഇപ്പോൾ അഭിമുഖം നടത്താനായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കിൻ്റെതാണ് കേട്ടോ. ഇത് LPSയിലേക്കുള്ള അറബിക് ടീച്ചറിൻ്റെതാണ്. NCA LC അങ്ങനെയുള്ള കാറ്റഗറീസിൻ്റെതാണ്. അപ്പോൾ ഈ ഒരു PDF ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂയിലേക്ക് ഹാജരാകുന്നവർ നമ്മുടെ PSCയുടെ വെബ്സൈറ്റിൽ നിന്നും COVID-19 ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണമെന്നും അത് പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് പ്രമാണ പരിശോധനയെ കുറിച്ചാണ്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ പ്രമാണ പരിശോധന നടത്താനായിട്ട് പോകുന്നത് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിലേക്കുള്ള വെറ്റിനറി സർജൻ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ, അതുപോലെ തന്നെ അതിൻ്റെ പ്രമാണ പരിശോധന മെയ് 17, 26, 30, 31 തീയതികളിൽ രാവിലെ 10:30 ഉച്ചയ്ക്ക് 12 മണിക്കുമായിരിക്കും നടത്തുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ OMR പരീക്ഷ നടത്താനായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തിരുവനന്തപുരം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലെ കാർഷിക വികസന നമ്മുടെ കൃഷി വകുപ്പിലേക്കുള്ള ഫിറ്റർ കാറ്റഗറി നമ്പറിലേക്കുള്ളതാണ്. അത് രാവിലെ 10:30 മുതൽ 12:30 വരെ ആയിരിക്കും ഈ OMR പരീക്ഷ നടത്തുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 2ലേക്കുള്ള പരീക്ഷകളും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ ടിക്കറ്റുകൾ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിവരണാത്മക പരീക്ഷ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ട്രെയിനിങ് കോളേജുകളിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ മാത്തമാറ്റിക്സിന്റെ തസ്തിക മാറ്റം മുഖേന വഴിയുള്ള കാറ്റഗറീസിലേക്കാണ്. അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ പൊളിറ്റിക്കൽ സയൻസിലേക്കും എന്ത് നടത്തുന്നുണ്ട്, വിവരണാത്മക പരീക്ഷ നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അർഹതാ നിർണയ പരീക്ഷാ തീയതികളിൽ മാറ്റം വരുന്നു എന്ന് പറയുന്നുണ്ട്. അത് 11/5/2022 നടത്താൻ നിശ്ചയിച്ചിരുന്ന കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ലബോറട്ടറി അറ്റൻഡേഴ്സ് ടെസ്റ്റ് അതിൻ്റെ കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ, അതിൻ്റെ തസ്തികയുടെ അർഹതാ നിർണയ പരീക്ഷകൾ ഓൺലൈൻ പരീക്ഷയായിരുന്നു. അത് മെയ് 20 തീയതിയിലേക്ക് മാറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റന്നാൾ എന്ന് പറയുമ്പോൾ 15-ാം തീയതി നിലവിൽ നമ്മുടെ 10th ലെവൽ പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് നടക്കുകയാണ്. എല്ലാവരും എത്രയും വേഗം തന്നെ ഇതുവരെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഫേസിലേക്കുള്ള എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഇന്ന് വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിലവിൽ ആർക്കെങ്കിലുമൊക്കെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റ് ആയിട്ട് കൂടി അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ PDF ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. വരുന്ന അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.